ക്ലാസ് 2 മാത്സ് ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ആക്ടിവിറ്റി 1 ഷേപ്സ്, ആകൃതികൾ. റയാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെയ്ഡ് സം ഷേപ്സ് ഫോർ ദി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. സെയിം കളർ ടു സിമിലർ ഷേപ്പ്. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ്. അതായത് റയാനും റയാന്റെ ഫ്രണ്ട്സും സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഷേപ്സ് ഉണ്ടാക്കി ഒരേ ആകൃതികൾക്ക് ഒരേ നിറം നൽകാൻ പറഞ്ഞിരിക്കുകയാണ്. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ്. ഓരോ ഷേപ്പും എത്രണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഷേപ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ റെക്ടാങ്കിൾ ഉണ്ട് അല്ലെ. സർക്കിൾസിനെല്ലാം ഒരു നിറം നൽകുക, ട്രയാങ്കിൾസിനെല്ലാം വേറെ നിറം നൽകുക, റെക്ടാങ്കിൾസിനെല്ലാം വേറെ നിറം നൽകുക കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. എത്ര ഷേപ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് എണ്ണി നോക്കണം. ആദ്യം റെക്ടാങ്കിൾ എത്ര എണ്ണമാണെന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് എഴുതണം. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 7 റെക്ടാങ്കിൾസ് ഉണ്ട് അല്ലെ. ട്രയാങ്കിൾസോ 1 2 3 3 ആണ് അല്ലെ. സർക്കിൾസോ കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 സർക്കിൾസ് ഉണ്ട് കേട്ടോ. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ചെസ് നമ്പർ. Various competitions were conducted in school as part of the Independence Day celebration. The chess numbers of second standard students who participated in the competitions are given below. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സ്കൂളില് വിവിധ മത്സരങ്ങൾ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്സരങ്ങളിൽ പങ്കെടുത്ത 2ാം ക്ലാസ് കുട്ടികളുടെ ചെസ് നമ്പേഴ്സ് ആണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നത്. 22 46 32 41 12 50. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വണ്, റൈറ്റ് ദ ഗിവൺ നമ്പേഴ്സ് ഫ്രം ദി സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ്. തന്നിരിക്കുന്ന നമ്പേഴ്സ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തന്നിരിക്കുന്ന നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 12 ആണ് അല്ലെ. ഇപ്പൊ 12 ഫസ്റ്റ് എഴുതാം. അടുത്തത് 22 ആണ്, അടുത്തത് 32 ആണ്, അടുത്തത് 41, അടുത്തത് 46, അടുത്തത് 50. അങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ ഇപ്പോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫ്രം ദി സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ നമുക്ക് തിരിച്ചും വരാം. അതായത് ഫ്രം ദി ലാർജസ്റ്റ് ടു ദി സ്മോളസ്റ്റ് എന്നും ചോദിക്കാം കേട്ടോ. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനും വരാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. മിഹാൽ ഗോട്ട് 50 ചോക്ലേറ്റ്സ് ആസ് പ്രൈസ്. റൈറ്റ് ദ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഇൻ ഡിഫറെന്റ് ഫോംസ്. എന്താണ്? മിഹാലിന് 50 മിഠായികൾ പ്രൈസ് ആയിട്ട് ലഭിച്ചു. ഈ നമ്പർ ഓഫ് ചോക്ലേറ്റ്സിനെ ഡിഫറെന്റ് രീതിയിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 49 + 1 എന്ന് എഴുതാം. പിന്നെയോ 10 more than 40 എന്ന് എഴുതാം. 45 + 5 എന്ന് എഴുതാം. 30 + 20 എന്ന് എഴുതാം. ഇങ്ങനെ 2 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടുന്ന രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കാം. ഹു ഈസ് നെക്സ്റ്റ്. ആരാണ് അടുത്തത് എന്നാണ്. അതിലത്തെ എ നോക്കൂ. അവിടെ ഒരു ഫിഗർ പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അതായത് സർക്കിളും ട്രയാങ്കിളും റെക്ടാങ്കിളും വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ അവിടെ നോക്കുക കേട്ടോ. ആദ്യത്തെ എങ്ങനെയാ നോക്കുക, അടുത്തത് എങ്ങനെയാ നോക്കുക, അടുത്തത് എങ്ങനെയാ നോക്കുക, നെക്സ്റ്റ് എങ്ങനെയാ വരിക? ഇതുപോലെ അല്ലെ. ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും സർക്കിളും ട്രയാങ്കിളും റെക്ടാങ്കിളും വെച്ചിട്ട് തന്നെയാണ്. ആദ്യത്തെ നോക്കൂ, ഒരു സർക്കിളേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വന്നപ്പോഴേക്കും 2 സർക്കിൾസ് വന്നു, പിന്നെ ഒരു ട്രയാങ്കിള്, പിന്നെ ഒരു റെക്ടാങ്കിള്. അടുത്തത് കണ്ടോ, 3 സർക്കിൾസ്, പിന്നെ ട്രയാങ്കിള്, പിന്നെ ഒരു റെക്ടാങ്കിള്. അപ്പൊ ഞാൻ അടുത്തത് എങ്ങനെയാ വരിക? 4 സർക്കിൾസ് വരയ്ക്കുക, പിന്നെ ഒരു ട്രയാങ്കിള്, പിന്നെ ഒരു റെക്ടാങ്കിള്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് നമ്പർ പാറ്റേൺസ് ആണ്. സി നോക്കാം. 10 20 30. അപ്പൊ അടുത്തത് എങ്ങനെയാ വരിക? ഇവിടെയൊക്കെ 10 10 10 വ്യത്യാസത്തിലാണ് അല്ലെ. 10 20 30 പിന്നെ 40 അല്ലെ. 40 എന്ന് എഴുതുക കേട്ടോ. ഇനി ഡി നോക്കാം. 37 38 39. ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വെച്ചിട്ടാ കൂടുന്നത്? 1 വെച്ചിട്ട്. 37 കഴിഞ്ഞ 38 ആയി, 38 കഴിഞ്ഞപ്പോ 39 വന്നിട്ടുണ്ട്. അടുത്തത് എന്താ വരിക? 39ന്റെ കൂടെ 1 ആഡ് ചെയ്താല് 40 അല്ലെ. ഇനി ഇ നോക്കാം. റൈറ്റ് എ നമ്പർ പാറ്റേൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നമ്പർ പാറ്റേൺ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഒന്നുമില്ലെങ്കിൽ 5 10 15 20 25 30 അങ്ങനെ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ 2 4 6 8 10 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 3 5 7 9 11 അങ്ങനെ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 4 നോക്കാം. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് കൗണ്ട് ചെയ്യൂ,
എണ്ണി നോക്കൂ, എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ സ്കൂൾ അറേഞ്ച് ജ്യൂസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. For that, children arrange the paper straws as bundle. Find the total number of paper straws arranged by each student and group. Independence Day celebration ശേഷം വിതരണം ചെയ്യേണ്ട ജ്യൂസ് സ്കൂളിൽ അറേഞ്ച് ചെയ്തു. അതിനു വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്തു? പേപ്പർ സ്ട്രോസ് ബണ്ടിലായിട്ട് കെട്ടുകെട്ടായിട്ട് ക്രമീകരിച്ചു. ഓരോ കുട്ടികളും അറേഞ്ച് ചെയ്ത പേപ്പർ സ്ട്രോസിന്റെ എണ്ണം കണ്ടെത്താനും അതുപോലെ തന്നെ വരയ്ക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് നെയിം, ടെൻസ്, വൺസ്, ടോട്ടൽ. റയാനാണ് ഫസ്റ്റ് വണ്. റയാൻ കണ്ടോ എത്ര ബണ്ടിൽസ് ആണ്? 10ന്റെ 3 ബണ്ടിൽസ് സ്ട്രോസ് ആണ്, പേപ്പർ സ്ട്രോസ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എത്ര സ്ട്രോസ് എക്സ്ട്രാ ഉണ്ട്? 2 സ്ട്രോ. അതായത് വൺസിൽ കണ്ടോ 1, 2 2 സ്ട്രോസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് എത്രയാണ്? നമുക്കറിയാം 3 10s എന്ന് പറഞ്ഞാൽ 30. 30യുടെ കൂടെ 2 1s എന്ന് പറഞ്ഞാൽ 2 അല്ലെ? ഇപ്പൊ 30 + 2 എത്രയാ? 32. ടോട്ടലിന്റെ അവിടെ എഴുതുക കേട്ടോ. ഇനി മിഹാലിന്റെ നോക്കാം. 10സിന്റെ ബണ്ടിൽസ് പേപ്പർ സ്ട്രോസ് ആണ് മിഹാൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 4 അല്ലെ? 4 ബണ്ടിൽസ് ആണ്. പിന്നെ എത്ര പേപ്പർ സ്ട്രോ എക്സ്ട്രാ ഉണ്ട്? 4 1s, 4 പേപ്പർ സ്ട്രോസ് അല്ലെ? അപ്പൊ ടോട്ടൽ നമ്പർ എത്രയാണ്? 4 10s എന്ന് പറഞ്ഞാൽ 40, 4 1s എന്ന് പറഞ്ഞാൽ 4. 40 + 4 എത്രയാ? 44. ടോട്ടലിന്റെ അവിടെ എഴുതുക കേട്ടോ. അടുത്തത് റിൻസിയുടെ ആണ്. അവിടെ നമുക്ക് 10s അവിടെ തന്നിട്ടുണ്ട്, 1 ബണ്ടിലാണ് അല്ലെ? ഇനി വൺസിന് അവിടെ തന്നിട്ടില്ല. റിൻസി അറേഞ്ച് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 16 എന്ന്. മൊത്തം പേപ്പർ സ്ട്രോസ് അറേഞ്ച് ചെയ്തത് എത്രയാണ്? 16 ആണ് അല്ലെ? 16 ആണ്. അവിടെ 10s 1 ബണ്ടിലാണ്. അപ്പൊ ഒരു 10 ഉണ്ട്. ഒരു 10ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുക? 10 + 6 അല്ലേ? അപ്പൊ എത്ര വൺസ് ഉണ്ട്? 6 1s. അപ്പൊ അവിടെ പേപ്പർ സ്ട്രോസ് വരയ്ക്കണം കേട്ടോ. 6 പേപ്പർ സ്ട്രോസ് വൺസിന്റെ ചുവടെ വരയ്ക്കുക കേട്ടോ. അടുത്തത് ജാൻവിയുടെ ആണ്. ജാൻവിയുടെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ, 20. ഇപ്പൊ 20 ആണെങ്കിൽ ജാൻവി എത്ര ബണ്ടിൽസ് അറേഞ്ച് ഉണ്ടാവും? 10സിന്റെ 2 ബണ്ടിൽസ് അല്ലേ? വൺസ് ഉണ്ടായിരിക്കോ? ഇല്ല. അപ്പൊ 2 ബണ്ടിൽസ് അവിടെ വരയ്ക്കണം കേട്ടോ 10സിന്റെ അവിടെ. അടുത്തത് ദയയുടെ നോക്കൂ. അവിടെ നമുക്ക് 10s നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്ര ബണ്ടിൽസ് ഓഫ് പേപ്പർ സ്ട്രോസ് ആണ് കുട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 6 ബണ്ടിൽസ്. വൺസ് തന്നിട്ടില്ല. ടോട്ടൽ നമ്പർ 67 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എത്ര ബണ്ടിൽസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 6 ബണ്ടിൽസ് ആണ്. അപ്പൊ എത്ര സ്ട്രോസ് ഉണ്ട് അവിടെ? 60 ഉണ്ട്. അപ്പൊ എത്ര വൺസ് ഉണ്ടായിരിക്കും? 6ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 67 കിട്ടുക? 7 അല്ലേ? അപ്പൊ വൺസിന്റെ അവിടെ എന്ത് ചെയ്യണം? നമ്മള് 7 സ്ട്രോസ് വരയ്ക്കണം കേട്ടോ. ആക്ടിവിറ്റി 5 നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ദി പ്രൈസ്. വില കണ്ടെത്താം എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദി പ്രൈസ് ഓഫ് ദി ഐറ്റംസ് ബോട്ട് ടു ക്ലീൻ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളുടെ വില നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഐറ്റമും പ്രൈസും. ലോഷന് 30 റുപ്പീസ്, സോപ്പിന് 20 റുപ്പീസ്, ബ്രൂം 15 റുപ്പീസ്, മോപ്പിന് 50 റുപ്പീസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വണ്, വിച്ച് ഈസ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്? ഈ തന്നിരിക്കുന്ന പട്ടികയില് ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാല് വില കുറവുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണ് നോക്കാം നമുക്ക്. ലോഷന് 30, സോപ്പിന് 20, ബ്രൂമിന് 15, മോപ്പിന് 50. ഏറ്റവും കുറവ് വിലയുള്ളത് ഏതിനാണ്? ബ്രൂമിന് അല്ലെ? അപ്പൊ ബ്രൂം എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ലോഷൻ? ലോഷനെ കാട്ടിലും എത്രണ്ട് വില കൂടുതലാണ് ദി മോപ്പിന് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ഓഫ് എ മോപ്പ് എത്രയാണ്? 50 റുപ്പീസ് ആണ്. പ്രൈസ് ഓഫ് എ ലോഷൻ 30 റുപ്പീസ് ആണ്. എന്ത് ചെയ്താൽ മതി എത്രണ്ട് കൂടുതലാന്ന് കാണാൻ വേണ്ടിയിട്ട്? 50ൽ നിന്ന് 30 കുറച്ചാൽ മതി അല്ലേ? 50 - 30 എത്രയാണ്? നമുക്കറിയാം 20 ആണ് അല്ലേ? സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ലോഷൻ ആൻഡ് ബ്രൂ? ലോഷനും ചൂലിനും മൊത്തം എത്ര വിലയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോഷന്റെ പ്രൈസ് എത്രയാ? 30 ആണ്. ബ്രൂമിന് 15 ആണ്. 30 + 15 എത്രയാണ്? 30യുടെ കൂടെ ഒരു 10 വന്നാ 40, 40യുടെ കൂടെ ഒരു 5 വന്നാ 45 റുപ്പീസ് ആണ് അല്ലെ? 45 എന്ന് എഴുതാം കേട്ടോ. റുപ്പീസ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 2 സോപ്സ്. 2 സോപ്പുകളുടെ വില എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഒരു സോപ്പിന് 20 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 + 20 എന്ന് ചെയ്യണം അല്ലെ? 20യുടെ കൂടെ 20 ആഡ് ചെയ്താൽ എത്രയാ വരിക? 20 + 10 30 ആയി. 30യുടെ കൂടെ അഗെയിൻ ഒരു 10 ആഡ് ചെയ്താൽ 40 എന്ന് എഴുതാം കേട്ടോ. റുപ്പീസ് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 soaps were bought and 50 rupees was given. How much rupees will be the balance? 2 സോപ്പുകൾ വാങ്ങി 50 രൂപ നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എത്ര ബാക്കി കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 2 സോപ്സിന്റെ പ്രൈസ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നല്ലോ. എത്രയായിരുന്നു? 40 ആയിരുന്നു അല്ലെ. 50 റുപ്പീസ് കൊടുത്തു എന്നുണ്ടെങ്കിൽ ബാക്കി എത്ര കിട്ടും നമുക്ക്? 50യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 40 കുറയ്ക്കണം. 50 മൈനസ് 40 എത്രയാ? 10 റുപ്പീസ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.